നൽകണമെന്നാണ് ആവശ്യപ്പെടുന്നത്. ഷാരോൺ വധക്കേസിൽ വിധി ഇന്നുണ്ടായേക്കില്ല. ശിക്ഷ സംബന്ധിച്ച വാദം മാത്രമാണ് ഇന്നുണ്ടാകുക. ഒന്നാം പ്രതി ഗ്രീഷ്മയും മൂന്നാം പ്രതി അമ്മാവനും കുറ്റക്കാരനാണെന്ന് ഇന്നലെ കോടതി കണ്ടെത്തിയിരുന്നു. ഗ്രീഷ്മയുടെ അമ്മ സിന്ധുവിനെ തെളിവുകളുടെ അഭാവത്തിൽ കോടതി വെറുതെ വിട്ടതിൽ അപ്പീൽ നൽകുമെന്ന് ഷാരോണിന്റെ കുടുംബ വിവരങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നുണ്ട്. സൂര്യഗായത്രി, ഏവരും ഉറ്റുനോക്കിയിരുന്നത് എന്തായിരുന്നു ആ ശിക്ഷാവിധി എന്നാണ്. ആ ശിക്ഷാവിധി ഇന്ന് ഉണ്ടായേക്കില്ല എന്നാണ് ഏറ്റവും പുതിയ വിവരം. കൂടുതൽ വിശദാംശങ്ങൾ എങ്ങനെയാണ്? ആദ്ര, ഈ കേസുമായി ബന്ധപ്പെട്ട് ശിക്ഷാവിധിയുമേലുള്ള അന്തിമ വാദം ഇന്ന് നടക്കുമെന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ഇന്നലെ ഈ കുറ്റക്കാരിയാണ് എന്ന് കോടതി കണ്ടെത്തിയതിന് ശേഷം ഗ്രീഷ്മയെ അട്ടക്കുളങ്ങര കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. തുടർന്ന് ഇന്നിപ്പോൾ രാവിലെ തന്നെ അട്ടക്കുളങ്ങര ജയിലിൽ നിന്നും ഗ്രീഷ്മയെ കോടതിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഗ്രീഷ്മ ഉടൻ തന്നെ കോടതിയിൽ എത്തിച്ചേരും. ഇന്നിപ്പോൾ ഈ അന്തിമവാദം, അതായത് പ്രോസിക്യൂഷനും അതുപോലെ തന്നെ പ്രതിഭാഗത്തിനും എന്താണ് പറയാനുള്ളത് എന്ന് സംബന്ധിച്ചുള്ള അന്തിമ വാദമാണ് നടക്കുക. വിധി ഇന്നുണ്ടാകാൻ സാധ്യതയില്ല എന്നുള്ള വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത്. ശിക്ഷാ വിധി അടുത്ത ദിവസം ഉണ്ടാകുമെന്നുള്ള വിവരം കൂടി ലഭിക്കുകയാണ്. അവസാനമായിട്ട് ഇന്നലെ ഇപ്പോൾ ഗ്രീഷ്മയും അതുപോലെ തന്നെ മൂന്നാം പ്രതിയായ അമ്മാവനെയും കുറ്റക്കാരായിട്ടാണ് കോടതി കണ്ടെത്തിയിട്ടുള്ളത്. അതേസമയം തന്നെ രണ്ടാം പ്രതിയായിട്ടുള്ള ഗ്രീഷ്മയുടെ അമ്മ സിന്ധുവിനെതിരെ തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഗ്രീഷ്മയുടെ മേൽ നിലവിൽ 3 കുറ്റങ്ങളാണ് ചുമത്തിയിട്ടുള്ളത്. അത് കൊലപാതകം, വിഷം നൽകൽ, അതുപോലെ തന്നെ തട്ടിക്കൊണ്ടുപോകൽ. ഈ 3 കുറ്റങ്ങളാണ് ഗ്രീഷ്മയ്ക്ക് എതിരെ ചുമത്തിയിട്ടുള്ളത്. അമ്മാവൻ ആയിട്ടുള്ള നിർമ്മൽ കുമാരൻ നായർക്കെതിരെ ഗൂഢാലോചനയും അതുപോലെ തന്നെ തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് ചുമത്തിയിട്ടുള്ളത്. സിന്ധുവിനെതിരെ ഇത്തരത്തിൽ ഒരു കുറ്റവും ചുമത്താൻ തക്കവണ്ണം തെളിവുകൾ അത് പ്രോസിക്യൂഷന് ഹാജരാക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ അന്തിമമായിട്ട് ഇരുവർക്കും, അതായത് പ്രതിഭാഗത്തിനും അതുപോലെ തന്നെ പ്രോസിക്യൂഷനും എന്ത് കാര്യങ്ങളാണ് കോടതിയിൽ ബോധിപ്പിക്കാനുള്ളത്, ഇന്നലെ പറഞ്ഞതിനേക്കാൾ അധികമായിട്ട് എന്തെങ്കിലും ബോധിപ്പിക്കാനുണ്ടോ എന്ന കാര്യത്തിലായിരിക്കും ഒരു അന്തിമ വാദം നടക്കുക. വാദത്തിന് ശേഷം ദിവസമായിരിക്കും ഈ ശിക്ഷ എന്താണ് എന്നത് സംബന്ധിച്ചുള്ള കോടതി വിധി ഉണ്ടാവുക എന്നുള്ള കാര്യങ്ങളാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇന്നലെ ഉണ്ടായ കോടതി വിധിയിൽ അതിൽ ഷാരോൺ കുടുംബം തൃപ്തരാണെങ്കിൽ കൂടിയും ഈ ഗ്രീഷ്മയുടെ അമ്മയെ വെറുതെ വിട്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ അപ്പീലിന് പോകാൻ തയ്യാറാണ്. നിയമപരമായിട്ട് വീണ്ടും മുന്നോട്ട് പോകും. ഗ്രീഷ്മയെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നതിൽ ഒരു പങ്ക് അമ്മയ്ക്കും ഉണ്ടായിരുന്നു. അതുകൂടി ഈ ശിക്ഷാവിധിയിൽ ഉൾപ്പെടുത്തണം എന്നൊരു ആവശ്യം ഷാരോണിന്റെ കുടുംബം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അതടക്കമുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ ഇന്നിപ്പോൾ പ്രോസിക്യൂഷൻ ഈ അന്തിമവാദത്തിൽ ഉൾപ്പെടുത്തുമോ എന്നുള്ളതാണ് അറിയേണ്ടതായിട്ടുള്ളത്. അതിനുശേഷം എന്താണോ ശിക്ഷ അത് അടുത്ത ദിവസം അതുമായി ബന്ധപ്പെട്ടുള്ള വിധി കോടതിയിൽ നിന്ന് ഉണ്ടാകും എന്നുള്ളതാണ്. എന്തായാലും 2022 ഷാരോൺ വധക്കേസ്. അത് കേരളത്തിൽ തന്നെ ആകെ ഞെട്ടിക്കുന്ന ഷാരോൺ വധക്കേസ് അത് പുറം ലോകത്ത് എത്തുന്നത്. ഷാരോണും അതുപോലെ തന്നെ ഗ്രീഷ്മയും 2021 കണ്ടുമുട്ടുന്നു. തുടർന്ന് ഇരുവരും തമ്മിൽ പ്രണയത്തിലാകുന്നു. ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. അതിനുശേഷം ഗ്രീഷ്മയ്ക്ക് ഇതുപോലെ ഒരു വിവാഹാലോചന, അതൊരു സൈനികന്റെ കുടുംബത്തിൽ നിന്ന് വിവാഹാലോചന വരുന്നു. അതിൽ ഗ്രീഷ്മയ്ക്കും ഒരു താല്പര്യം ഉണ്ടാകുന്നു. ഗ്രീഷ്മയുടെ കുടുംബവും അതിന് ഗ്രീഷ്മയെ നിർബന്ധിക്കുന്നു. അതേ തുടർന്നാണ് ഷാരോണിനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. അതിന് ഗ്രീഷ്മയ്ക്ക് വേണ്ട എല്ലാ പിന്തുണയും നൽകിയത് അമ്മാവനും അമ്മയും ചേർന്നിട്ടായിരുന്നു. തുടർന്ന് ഇതുപോലെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കളനാശിനി അത് കഷായത്തിൽ ചേർത്ത് ജ്യൂസിൽ കലർത്തി ഷാരോണിന് കൊടുക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ തന്റെ മരണമൊഴിയിലും ഗ്രീഷ്മയ്ക്ക് എതിരായിട്ടുള്ള ഒരു മൊഴി ഷാരോൺ നൽകിയിട്ടുണ്ടായിരുന്നില്ല. ഈ അവശ നിലയിലാകുന്ന സാഹചര്യത്തിലാണ് മജിസ്ട്രേറ്റിന് മുന്നിൽ മജിസ്ട്രേറ്റ് മൊഴി രേഖപ്പെടുത്താനായി എത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ മൊഴിയിലൊന്നും ഗ്രീഷ്മയ്ക്ക് എതിരായിട്ട് ഒന്നും തന്നെ ഷാരോൺ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവസാന ഘട്ടത്തിലാണ് പിതാവിനോടും ഒരു സുഹൃത്തിനോടും ഈ ഒരു സംശയം ഷാരോൺ മുന്നോട്ട് വെക്കുന്നത്. അതോടുകൂടിയാണ് ഈ കേസ് അത് ഗ്രീഷ്മയ്ക്കെതിരെയും ഗ്രീഷ്മയുടെ കുടുംബത്തിന് നേരെയും അന്വേഷണം തിരിയുന്ന ഘട്ടത്തിലേക്ക് എത്തിയത്. തുടർന്ന് കസ്റ്റഡിയിലെടുത്തുള്ള ചോദ്യം ചെയ്യൽ ഗ്രീഷ്മ കുറ്റം സമ്മതിക്കുകയായിരുന്നു. എന്തായാലും ഇന്നലെ ഇപ്പോൾ കേസ് വീണ്ടും പരിഗണിച്ചു. ഗ്രീഷ്മയ്ക്ക് മേൽ ചുമത്തിയിട്ടുള്ള എല്ലാ കുറ്റങ്ങളും അത് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞു എന്നുള്ളതാണ്. പരമാവധി ശിക്ഷ തന്നെ ഗ്രീഷ്മയ്ക്കും അതുപോലെ തന്നെ ഗ്രീഷ്മയ്ക്ക് കൂട്ടുനിന്ന അമ്മാവനും നൽകണം എന്നുള്ള ആവശ്യമാണ് ഷാരോണിന്റെ കുടുംബം ഉന്നയിക്കുന്നത്. ഇതിൽ
അമ്മയെ വെറുതെ വിട്ടതിൽ ഒരു അതൃപ്തി ഉണ്ടെന്നൊഴിച്ചാൽ ബാക്കി ഇന്നലെ നടന്ന കോടതി കാര്യങ്ങളിലൊക്കെ തന്നെ ഷാരോണിന്റെ കുടുംബം തൃപ്തികരമായിട്ടുള്ള പ്രതികരണമാണ് നടത്തിയിട്ടുണ്ടായിരുന്നത്. ജനുവരി 25-നാണ് ഗ്രീഷ്മയ്ക്ക് ജാമ്യം ലഭിച്ചിട്ടുണ്ടായിരുന്നത്. 26-ൽ ഗ്രീഷ്മ ജയിൽ മോചിതയായി. ഒക്ടോബർ 1 കേസിന്റെ വിചാരണ തമിഴ്നാട്ടിലേക്ക് മാറ്റണമെന്നൊരു ആവശ്യം കൂടി ഗ്രീഷ്മയുടെ കുടുംബം നൽകിയിരുന്നെങ്കിലും അത് സുപ്രീം കോടതി തള്ളുകയായിരുന്നു. തുടർന്നാണ് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയിലേക്ക് ഈ വിചാരണ എത്തുന്നത്. വിചാരണ തുടർന്ന് കോടതി ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ജനുവരി 3 കൂടി തന്നെ ഏകദേശം അന്തിമ വാദമൊക്കെ തന്നെ ജനുവരി 3 കൂടി പൂർത്തിയായി കഴിഞ്ഞതാണ്. അതിനുശേഷമാണ് ഇന്നലെ ഇരുവരെയും കുറ്റക്കാരായിട്ട് കോടതി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്നും ഇതുമായി ബന്ധപ്പെട്ടൊരു അന്തിമ വാദം. ഇന്നലെ രണ്ടുപേരും കുറ്റക്കാരാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞു. അതിന്മേൽ പ്രോസിക്യൂഷനും പ്രതിഭാഗത്തിനും എന്താണ് പറയാനുള്ളത് എന്നെന്ന് കോടതി കേൾക്കും. അതിനുശേഷമായിരിക്കും ശിക്ഷാവിധി ഉണ്ടാവുക എന്നുള്ള വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത്. സൂര്യ, അതുപോലെ തന്നെ പരമാവധി ശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷനും ഷാരോണിന്റെ കുടുംബം അടക്കം പറഞ്ഞിരുന്നത്. വധശിക്ഷ അടക്കമുള്ള ശിക്ഷാവിധിയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. ഇന്ന് ശിക്ഷ സംബന്ധിച്ച വാദം മാത്രമാണ് കേൾക്കുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്നായിരിക്കും ഇനിയൊരു ശിക്ഷാവിധി ഉണ്ടാവുക? അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? ഇന്നിപ്പോൾ അന്തിമവാദം പൂർത്തിയായി കഴിഞ്ഞാൽ ശിക്ഷ എന്താണ് അത് വിധിക്കുകയാണ് പിന്നീട് ഉള്ള കോടതി ഒരു നടപടി എന്ന് പറയുന്നത്. അത് അടുത്ത കോടതി ദിവസം തന്നെ ശിക്ഷാവിധി സംബന്ധിച്ചുള്ള ശിക്ഷാവിധി എന്താണെന്ന് കോടതി പ്രഖ്യാപിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതല്ല മറ്റെന്തെങ്കിലും നടപടികൾ ഇനി കോടതിയുടെ ഭാഗത്ത് ഉണ്ടോ എന്നുള്ളത് ഇന്നിപ്പോൾ കോടതി ചേരുമ്പോഴാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നിപ്പോൾ ശിക്ഷ വിധിക്കുമെന്ന് അറിഞ്ഞതിനെ തുടർന്ന് ഷാരോണിന്റെ കുടുംബം കോടതിയിലേക്ക് എത്തിച്ചേരും എന്നുള്ളത് രാവിലെ തന്നെ പ്രതികരണങ്ങളിൽ നിന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഇന്നിപ്പോൾ ശിക്ഷ വിധിക്കില്ല എന്നുള്ള കാര്യമാണ് ഇഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തൊട്ട് അടുത്ത കോടതി ദിവസം തന്നെ ഈ ശിക്ഷ വിധി ഉണ്ടാകും എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഗായത്രി, തുടരുക. മറ്റൊരു വാർത്തയുടെ വിവരങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. നെടുമങ്ങാട് ഇരിഞ്ചിയത്ത് ടൂറിസ്റ്റ് ബസ് മറിഞ്ഞുണ്ടായ അപകടത്തിൽ ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഒറ്റശേഖരമംഗലം സ്വദേശി അരുൾദാസാണ് കസ്റ്റഡിയിലുള്ളത്. അപകടശേഷം സംഭവസ്ഥലത്തു നിന്നും ഇയാൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു.